പാലാ നഗരത്തെ നിരീക്ഷിക്കുവാൻ നിരീക്ഷണ ക്യാമറകൾ ഇല്ലാതായിട്ടും നടപടികളില്ല. നഗരസഭയുടെ നേതൃത്വത്തിൽ നാടെങ്ങും സ്ഥാപിച്ച ക്യാമറകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അടിയന്തരമായി പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. 11 വർഷം മുമ്പ് 15 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച 15 ക്യാമറകളാണ് പൂർണ്ണമായും വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത്. പഴയതിന് പകരം പുതിയത് സ്ഥാപിക്കാൻ നഗരസഭ 1 വർഷം മുമ്പ് ആലോചന നടത്തിയിരുന്നു. 5 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. പഴയ ക്യാമറകൾ സ്ഥാപിച്ചതു മുതൽ ക്യാമറകൾ ഓരോന്നായി കണ്ണടയ്ക്കുകയായിരുന്നു. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ക്യാമറകൾ ഓരോന്നായി പ്രവർത്തനരഹിതമാകുവാനെന്നാണ് ആരോപണം. എറണാകുളത്തുള്ള സ്വകാര്യ കമ്പനിയാണ് ക്യാമറ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനത്തിന്റെ പരിപാലനം നടത്തിവരുന്നത്. അവശേഷിച്ചിരുന്ന ക്യാമറകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുന്നതിന് സാമ്പത്തികമായി ലാഭകരമല്ല എന്ന കാരണത്താലാണ് അറ്റകുറ്റപ്പണികൾ വർഷങ്ങൾക്ക് മുൻപ് നിർത്തിവെച്ചത്. പഴയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകളും നിരീക്ഷണ സ്ക്രീനും ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ സംരക്ഷണത്തിന് കരാറെടുക്കുവാൻ പോലും സ്ഥാപനങ്ങൾ തയ്യാറാകാതെ വന്നതോടെ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ നഗരസഭ തീരുമാനിച്ചത്. ഈ സാഹചര്യത്തിലാണ് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകൾ വാങ്ങിക്കുവാൻ ആലോചന തുടങ്ങിയത്. എന്നാൽ ഇതുവരെ നടപ്പിലായില്ല. നഗരത്തിലെ കടകളിൽ കവർച്ചയുണ്ടാകുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകളെ ആശ്രയിച്ചാണ് പോലീസ് ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നത്. നഗരത്തിന് സമഗ്രമായി നിരീക്ഷിക്കാനുള്ള പദ്ധതിയാണ് തകർച്ചയിലായത്. പ്രധാനമായും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുവാനാണ് ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം തുടങ്ങിയത്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, ടൗൺ സ്റ്റാൻഡ്, മീനച്ചിലാറിന്റെയും തോടിന്റെയും തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ക്യാമറകൾ സ്ഥാപിച്ചത്. ക്യാമറകൾ കേബിളുകൾ മുഖേന നഗരസഭയിൽ സ്ഥാപിച്ച കമ്പ്യൂട്ടർ മോണിറ്ററുമായി ബന്ധിപ്പിച്ചിരുന്നു. നഗരത്തിലെ ഓരോ ദൃശ്യങ്ങളും തത്സമയം കാണുവാൻ സാധിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആരംഭിച്ച സീറോ വേസ്റ്റ് പദ്ധതിയുടെ തുടർച്ചയായാണ് നഗരം ക്യാമറയുടെ നിരീക്ഷണത്തിലാക്കിയത്. മീനച്ചിലാറിന്റെയും ലാലം തോടിന്റെയും പരിസര പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറവുണ്ടായിരുന്നു. പാലാ പോലീസ് സ്റ്റേഷനിലെ മോണിറ്ററിംഗ് സംവിധാനത്തിലും ക്യാമറയുടെ ദൃശ്യങ്ങൾ പതിയും വിധമായിരുന്നു പദ്ധതി. ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അടിയന്തരമായി പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. അതും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ അതാണെങ്കിൽ ഫിക്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പാലാ നഗരസഭ ഉള്ളത്. പക്ഷെ അതിന് ചെയ്യാനുള്ള ഏറ്റവും പെട്ടെന്ന് അടുത്ത് തന്നെ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. i4a ന്യൂസ്, പാലാ.